പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞ ഈ വേദിയിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യാനെത്തുന്നത് വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ പ്രധാന അധ്യാപിക ശ്രീമതി വിജി ജോൺസൺ ആണ്. വിജി ജോൺസനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒരു മാസക്കാലമായി നമ്മൾ തിരുനാളിൻ്റെ ഒരുക്കത്തിലായിരുന്നു. തിരുനാളിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ ഇടവക ദിനം ആഘോഷിക്കുകയാണ്. ഈ ഇടവക ദിന പൊതുയോഗത്തിൽ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കടമ. നമ്മുടെ ഇടവകയിൽ 5 മാസത്തോളമായി നമ്മുടെ അച്ഛൻ ഇവിടെ ചാർജ് എടുത്തിട്ട് അതിനുശേഷം നമുക്കെല്ലാവർക്കും ഒരു പുത്തൻ ഉണർവ് ലഭിച്ചതുപോലെയായിരുന്നു. എല്ലാ കാര്യത്തിലും നമ്മുടെ മുന്നിൽ തന്നെ നിന്നുകൊണ്ടാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും നീക്കിപ്പോരുന്നത്. നമ്മുടെ ആത്മീയ ഇടയനായ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ലിജോ അച്ഛനെ എൻ്റെ പേരിലും നമ്മുടെ ഇടവകയുടെ പേരിലും അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പ്രവീൺ അച്ഛനെ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. അച്ഛൻ വിദേശത്തൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് കോട്ടപ്പുറം രൂപതയിൽ ഫാമിലി ഡയറക്ടർ അപ്പോസ്റ്റലേറ്ററായി ചാർജ് എടുത്തിട്ട് ആയിരുന്നു. ഇന്ന് ഈ ഇടവക ദിന പൊതുയോഗത്തിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രവീൺ അച്ഛനെയും ഞാൻ എൻ്റെ പേരിലും ഇടവകയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേന്ദ്ര സമിതി പ്രസിഡന്റ് എല്ലാ മാസവും യൂണിറ്റിൽ എല്ലാ വീടുകളിൽ വരികയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രചോദനമൊക്കെ തരുമായിരുന്നു. അദ്ദേഹത്തെയും ഞാൻ എൻ്റെ പേരിലും ഇടവകയുടെ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് വായിക്കുന്ന കേന്ദ്ര സമിതി സെക്രട്ടറി മിനി പിങ്കൂറോ, വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ റിപ്പോർട്ട് വായിക്കുന്ന
ലെക്സി ജോഷി. റിപ്പോർട്ട് എഴുതുക എന്നുള്ളത് ഒരു ചെറിയൊരു പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഒരു പോയിന്റ് വിട്ടുപോയി കഴിഞ്ഞാൽ റിപ്പോർട്ട് പാസ്സാക്കുക സാധ്യമല്ല. അത് കൃത്യതയോടെ ചെയ്യുന്ന ഇവർക്ക് രണ്ടുപേരെയും ഈ എൻ്റെ പേരിലും ഇടവകയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാരിഷ് കൗൺസിൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം. നന്ദി അർപ്പിക്കുന്ന ഷിജിയെയും ഞാൻ എൻ്റെ പേരിലും ഇടവകയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഒരുപാട് കുട്ടികൾക്ക് ഇന്ന് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അവർക്കും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടികൾ കാണാനെത്തിയ നിങ്ങളെ എവരെയും ഈ വേദിയിലൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി ടീച്ചറെ. നമ്മുടെ ഈ സ്നേഹ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടപ്പുറം രൂപത ഫാമിലി അപ്പോസ്തോലിക് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ പ്രവീൺ കുരിശിങ്കൽ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കും. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ ഈ തിരുമാല രാജ്യദേവാലയത്തിൻ്റെ വികാരി ലിജോച്ച, കേന്ദ്ര സമിതി പ്രസിഡന്റ് ശ്രീ ആന്റണി കൊച്ചുപറമ്പിൽ, വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റെ HM ശ്രീമതി വിജി ജോൺസൺ, ഇന്നത്തെ കേന്ദ്ര സമിതി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കേന്ദ്ര സമിതി സെക്രട്ടറി മിനി ഹീറോ, വിശ്വാസ പരിശീലന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ലെക്സി ജോഷി, നന്ദി പറയുന്ന പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഷിജി വിൽസൺ, പ്രിയമുള്ള കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ, മതാധ്യാപകരെ, PTA അംഗങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും സുഖമാണ് എല്ലാവർക്കും ഒന്ന് ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളൊരു കുടുംബത്തിൻ്റെ ഒരു സംഘമാണ് അല്ലേ. ഞാനിവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബലിയർപ്പിക്കുവാൻ വേണ്ടി വന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്ത ഒരു തിരുനാളായിട്ട് എനിക്ക് തോന്നി. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇതാണ് ശരിക്കും ഏറ്റവും തിരുനാളാഘോഷം എന്ന് പറയുന്നതാണ്. എന്നിട്ട് ഇന്ന് അവസാനത്തെ ദിവസം മറ്റ് ഗാനമേളകളോ മറ്റു പരിപാടികളൊന്നും ഇല്ലാതെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ എല്ലാവരും ചേർന്ന് അവിടെ ആയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കുടുംബങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ അത് ചെയ്തതിന്, അത് നേതൃത്വം കൊടുത്തതിന് പ്രത്യേകിച്ച് ലിജോച്ചനെയും അതിൻ്റെ നിങ്ങളെല്ലാവരും കൂടുന്നതിന് എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. 3 കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ കുടുംബം ഏറ്റവും ഭംഗിയായി തീരുവാൻ വേണ്ടി 3 കാര്യങ്ങളുണ്ടാകണം. അറിവുണ്ടാകണം, അലിവുണ്ടാകണം, നിറവുണ്ടാകണം. ഒന്നാമത്തെ കാര്യം അറിവുണ്ടാകണം. നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ 25, 30, 35, 40 വർഷങ്ങൾ വിവാഹത്തിൻ്റെ കഴിഞ്ഞവരൊക്കെ ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ ആയിരിക്കുന്നവരെ അറിയണം. പ്രിയ മാതാപിതാക്കൾ മക്കളറിയണം, മക്കൾ മാതാപിതാക്കൾ അറിയണം, സഹോദരങ്ങൾ അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവരെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ഈ ലോകത്ത് എന്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടെ വസിക്കുന്ന ആളറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു, മക്കളുടെ കൂട്ടുകാരാരാണ്, മക്കൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയുവാൻ സാധിച്ചാൽ അറിഞ്ഞതനുസരിച്ച് അവരെ തിരുത്തുവാനും മുന്നോട്ട് പോകാൻ സാധിക്കും. 1ാമത്തെ കാര്യത്തിലുള്ള അറിവ് വേണം. ഇനി അലിവ് വേണം. ഒരു അലിവ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയത്തിൻ്റെ അലിവ്. നമ്മൾ ലോകത്തുള്ള ഏത് മനുഷ്യരെയും സ്നേഹിക്കാൻ കൂടെയുള്ള കുടുംബത്തിലുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥമില്ല. പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് അല്ലേ.
ആണ്. കുടുംബത്തിൽ ചെറിയ കാര്യമുണ്ടെങ്കിൽ അപ്പം തന്നെ രക്ഷപ്പെടും. അത് നമുക്ക് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം നൽകേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്. കുടുംബത്തിൽ സ്നേഹം ലഭിക്കാതെ ലോകത്ത് എവിടെ കൊണ്ടുപോയി നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ എപ്പോഴും അലിവുള്ള ഹൃദയം ഉണ്ടാകും. ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ഒരു ചേട്ടൻ്റെ മകൻ 7-8 വയസ്സുള്ളൂ, പഠിക്കുന്ന സ്കൂളിലെ ഒരു കാര്യം പറയും. പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് തമ്മിൽ ഒരു കച്ചവടം നടത്തി. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകും, കറി പിന്നെ പരസ്പരം പങ്കുവെച്ച് കഴിക്കാറുണ്ടാവും. കുറേ നിങ്ങൾ കാരണന്മാരെ കഴിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ കുറേ മറന്നുപോയി തോന്നുന്നത്. എന്നിട്ട് ഇവിടെ ഉണ്ടായ സംഭവം, ഇവർ സ്കൂളിൽ പോയി ഒരു കുട്ടി ചിക്കൻ കറി കൊണ്ടുവന്നു. വീട്ടിൽ നിന്നും ചിക്കൻ കറി, ചോറും ചിക്കൻ കറിയായിരുന്നു. ചിക്കൻ കറി കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ചെയ്തത്, ചിക്കൻ കറി കൊണ്ടുവന്ന ആ കൊച്ച് അവൻ തൊട്ടടുത്ത കൊച്ചിന് 50 രൂപയ്ക്ക് ഒരു കഷ്ണം ചിക്കൻ കറി കൊടുത്തു. അടുത്ത ആൾക്ക് 50 രൂപയ്ക്ക് ഒരു കഷ്ണം ചിക്കൻ കറി കൊടുത്തു. എന്നിട്ട് 100 രൂപ കൊണ്ട് പുറത്ത് പോയി അവൻ ആഘോഷമായിട്ട് ബേക്കറിയിൽ കയറി ആവശ്യമുള്ളത് കഴിച്ചു. അവസാനം 50 രൂപ വീതം പോയ 2 കുട്ടികൾ അവരുടെ കാരണന്മാർ ചോദിച്ചു, എവിടെ 50 രൂപ എങ്ങനെ പോയെന്ന് ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. പിടിച്ച് തിരിച്ച് പൈസ കൊടുക്കേണ്ട അവസ്ഥ വന്നു. കാലം ഒരുപാട് മാറി. ഈ അലിവൊക്കെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മൾ കാരണന്മാർ പറഞ്ഞു കൊടുക്കേണ്ട, കാരണന്മാർ ജീവിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചെറിയൊരു എക്സസൈസ് ചെയ്യുമെന്നറിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞു ചെയ്യാമോ? കൈ പൊക്കുന്നറിയില്ല. ഞാൻ പറയുന്ന കാര്യമാണ് കൈ പൊക്കുക, കൈ തലയിൽ വയ്ക്കുക, കൈ ചെവിയിൽ പിടിക്കുക, കൈയിൽ മുഖത്ത് പിടിക്കുക, നെറ്റിയിൽ പിടിക്കുക, കൈ കഴുത്തിൽ പിടിക്കുക, കൈ ചെവിയിൽ പിടിക്കുക, കൈ കഴുത്തിൽ പിടിക്കുക. കുറേ പേര് കഴുത്തിൽ പിടിച്ചു. ഞാൻ ഇവിടെ പിടിച്ചു, ചുണ്ടത്ത് പിടിച്ചു അല്ലേ. അപ്പോൾ കണ്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷേ നിങ്ങൾ എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞത് ചെയ്തു. പറഞ്ഞത് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് എളുപ്പമല്ല. ചെയ്ത കാര്യം, കണ്ട കാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ്. നിങ്ങൾക്ക് മക്കളെ കാണിച്ചു കൊടുക്കണം. അറിവെന്താണെന്ന് കാണിച്ചു കൊടുക്കണം. മക്കളൊക്കെ കണ്ടാ പഠിക്കുന്നത്, പറഞ്ഞ കാര്യം ഒരിക്കലും പഠിക്കില്ല. അപ്പോൾ കണ്ടു പഠിക്കുന്നതല്ല, എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അത് മക്കൾ പഠിക്കും. ഇങ്ങനെ അറിവും അലിവുമുള്ള കുടുംബങ്ങളിൽ നിറവുണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഈ സ്നേഹത്തിൻ്റെ നിറവും ഈ ദൈവാനുഗ്രഹത്തിൻ്റെ നിറവും എന്നും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല തിരുനാളിൽ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ഈ സമ്മേളനവും തുടർന്നുള്ള കലാപരിപാടികളും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നന്ദി പ്രവീണച്ച. ഇന്നത്തെ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഇടയിൽ ഫാദർ ലിജോ മാത്യൂസ് താന്നപ്പള്ളി അച്ഛനാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എത്രയും സ്നേഹാന്തമാനമുള്ള നമ്മുടെ കോട്ടപ്പുറം രൂപതയുടെ ഫാമിലി അപ്പോസിലേറ്റിൻ്റെ ഡയറക്ടർ പ്രവീൺ കുരിശിങ്കലച്ച, സ്നേഹം നിറഞ്ഞ നമ്മുടെ കേന്ദ്ര സമിതി പ്രസിഡന്റ് ആന്റണി കൊച്ചുപറമ്പിൽ, സ്നേഹമുള്ള പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഷിജി, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഷിജി, ഇന്ന് നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്ത നമ്മുടെ എച്ച്.എം. വിജി ജോൺസൺ, സ്നേഹമുള്ള നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കേന്ദ്ര സമിതി പ്രസിഡന്റ് മിനി പിൻഹീറോ, സ്നേഹമുള്ള വിശ്വാസ പരിശീലനത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ലക്സി ജോഷി, സ്നേഹമുള്ള കൈക്കാരന്മാരെ, സ്നേഹമുള്ള ടീച്ചേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുട്ടികളെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ
അവര് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഒരുമിച്ച് കൂട്ടായ്മയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അപ്പോൾ ഐക്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലാണ്, ഐക്യത്തിൻ്റെ കൂട്ടായ്മയിലാണ്. അപ്പോൾ ഇത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നായി തീരുക. നമുക്ക് കൂട്ടായ്മയിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഒരാൾക്ക് മാത്രമാണെങ്കിൽ അഭിപ്രായ ഭിന്നതയ്ക്കൊക്കെ അതിൻ്റെ കാര്യമില്ല. അപ്പോൾ കൂട്ടായ്മയിലുണ്ടാകും, നമ്മുടെ കുടുംബത്തിലുണ്ടാകുമ്പോൾ അത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എന്നാലും അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവരും നല്ല ലക്ഷ്യത്തിലേക്ക് മുന്നേറണം എന്നുള്ളതാണ്. അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് കൂട്ടായ്മയിൽ ഒന്നായി പരിശുദ്ധ അമ്മയോടൊത്ത് ദൈവത്തിലേക്ക് സഞ്ചരിക്കാം. അതിന് ഇത്രയും നല്ല കൂട്ടായ്മകൾ ഈ സായാഹ്നത്തിൽ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടി നമ്മൾ ഇടവക ദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇടവക ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഒത്തിരിയേറെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ ലഭിച്ചു. അവരെ നമ്മൾ അനുമോദിക്കുന്നു. നമുക്ക് കിട്ടിയ നേട്ടങ്ങളെ നമ്മൾ ആനന്ദത്തോടെ സന്തോഷത്തോടെ കാണുന്നു. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നു. അങ്ങനെ നമ്മൾ പരസ്പരം വളർത്തുന്നവരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കണം. നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്നു, പരസ്പരം മനസ്സിലാക്കുന്നു, തെറ്റുകൾ തിരുത്തി കൂടുതൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ സ്നേഹമുള്ള, ഐക്യമുള്ള ഒരു നല്ല സമൂഹം നമ്മുടെ ഈ ചെറായി ഇടവക മറ്റുള്ള ഇടവകൾക്കൊക്കെ ഒരു മാതൃകയായിട്ടുള്ള ഒരു ഇടവകയായിട്ട് തീരണം. അങ്ങനെ തീരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇടവക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുണ്ട്. എല്ലാ പ്രോഗ്രാമും നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ. കുറേ ദിവസത്തിൻ്റെ പ്രയത്നമാണ് അവരിവിടെ നടത്തുന്നത്. അത് നമുക്ക് കണ്ടാസ്വദിക്കാം, അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഇന്ന് സമ്മാനം കിട്ടിയ സമ്മാനത്തിന് അർഹരായ എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും വിജയങ്ങളും ഇനിയും പരിശുദ്ധമ്മ വഴി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ലിജു അച്ഛ. അടുത്തതായി കേന്ദ്ര സമിതി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ശ്രീമതി മിനി പിൻഹീറോനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നതിനൊപ്പം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചെറായി ജപമാല രാജ്ഞി ദേവാലയത്തിലെ കേന്ദ്ര സമിതിയുടെ 2024 ഒക്ടോബർ മുതൽ 2025 ഒക്ടോബർ വരെയുള്ള യോഗങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വാർഷിക റിപ്പോർട്ട്. 2024 ഒക്ടോബർ 27 നമ്മുടെ ദേവാലയത്തിൽ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ 133 അമ്മമാർ പ്രസിദ്ധന്തിമാരായി ഏറെ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. അന്നേ ദിനം വൈകിട്ട് ഇടവക ദിനവും നടത്തി. ഒക്ടോബർ 31 ജപമാല മാസ സമാപനം ഭക്തിപൂർവ്വം നടത്തി. നവംബർ മാസം എല്ലാ യൂണിറ്റുകളിലും അടുത്ത 2 വർഷത്തേക്കുള്ള കുടുംബ യൂണിറ്റ് ഭാരവാഹികളെയും ശുശ്രൂഷാ സമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. നവംബർ 24 ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷപൂർവ്വം നടത്തി. അന്നേ ദിനം മതബോധന ഡയറക്ടർ റവറൻ ഫാദർ ഷിജോ വേലിക്കകത്തോട്ട് ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും റവറൻ ഫാദർ സുഭാഷ് OCD വചനപ്രഘോഷണം നടത്തുകയും ചെയ്തു. ദിവ്യബലിക്ക് ശേഷം കുട്ടികളുടെ റാലി, നേർച്ച ഭക്ഷണം എന്നിവ ഉണ്ടായിരുന്നു. നവംബർ 26 കോട്ടപ്പുറം രൂപതയും കിഡ്സും ചേർന്നൊരുക്കിയ 2024 സ്നേഹസ്പർശം സായംപ്രഭ സംഗമത്തിൽ നമ്മുടെ ദേവാലയത്തിലെ സാന്ത്വനം സായംപ്രഭ അംഗങ്ങൾ പങ്കെടുത്തു. 2024 ഡിസംബർ 15 പുതിയ കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെയും ശുശ്രൂഷാ സമിതി അംഗങ്ങളുടെയും സംയുക്ത യോഗം ബഹുമാനപ്പെട്ട ലിനു പുത്തഞ്ചക്കാലക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തി. പുതിയ കേന്ദ്ര സമിതി ഭാരവാഹികളെയും ശുശ്രൂഷാ സമിതി കൺവീനർമാരെയും തെരഞ്ഞെടുത്തു. കേന്ദ്ര സമിതി പ്രസിഡന്റ് ശ്രീ ആന്റണി കൊച്ചുപറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജെയിംസ് പാലക്കപ്പറമ്പിൽ, സെക്രട്ടറി ശ്രീമതി മിനി പിൻഹീറോ ചീനിക്കപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി വിൻസി റോബിൻസൺ മനക്കൽ, ട്രഷറർ ശ്രീമതി ആനി ആന്റണി പുളിക്കൽ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു.
പഴയ ഭാരവാഹികൾ പുതിയ ഭാരവാഹികൾക്ക് റിപ്പോർട്ട് ബുക്ക്, കണക്ക് എന്നിവ, ബാക്കിയുള്ള കേന്ദ്രസമിതി ഫണ്ട് എന്നിവ കൈമാറി. ഈ യോഗത്തിൽ കേന്ദ്രസമിതി ഫണ്ടിലേക്കായി ഓരോ യൂണിറ്റും പ്രതിമാസം 50 രൂപ വീതം നൽകാൻ തീരുമാനമെടുത്തു. തുടർന്നുള്ള മീറ്റിംഗുകളിൽ യൂണിറ്റ് പ്രസിഡന്റ്, ഖജാൻജി, സെക്രട്ടറി എന്നീ 3 പേർ മാത്രം കേന്ദ്രസമിതി മീറ്റിംഗിൽ പങ്കെടുത്താൽ മതിയെന്ന് ബഹുമാനപ്പെട്ട ലിനു അച്ഛൻ അറിയിച്ചു. ക്രിസ്മസ് പാതിര കുർബാനയ്ക്ക് മുമ്പ് എല്ലാ കുടുംബ യൂണിറ്റുകളിൽ നിന്നും കരോൾ ഗാനം ഉണ്ടായിരുന്നു. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ സാന്താക്ലോസ് വേഷമണിഞ്ഞ് സൗഹൃദ മത്സരം നടത്തി. അന്നേ ദിനം പള്ളിമുറ്റത്ത് യൂണിറ്റ് അടിസ്ഥാനത്തിൽ ക്രിസ്മസ് ട്രീ ഒരുക്കി. തുടർന്ന് ആഘോഷമായ ദിവ്യബലി ഉണ്ടായിരുന്നു. 2025 ജനുവരി 1-ാം തീയതി പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് പാതിര കുർബാന നടത്തി. ബഹുമാനപ്പെട്ട ലിനു അച്ഛൻ എല്ലാവർക്കും വചനവും കൈനീട്ടവും നൽകി. ജനുവരി 5-ന് കേന്ദ്രസമിതി പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. അന്നേ ദിനം മുനമ്പം വഖഫ് പ്രശ്നത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഇടവക ജനങ്ങൾ വൈപ്പിൻ മുതൽ മുനമ്പം വരെ നടത്തിയ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. ജനുവരി 19-ന് കേന്ദ്രസമിതിയുടെ ആദ്യ യോഗം നടത്തി. അന്നേ ദിനം കോട്ടപ്പുറം വികാസിൽ നടന്ന പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കേന്ദ്രസമിതി പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നിവരും ശുശ്രൂഷാ സമിതി കൺവീനർമാരും പങ്കെടുത്തു. നമ്മുടെ ഇടവകയിൽ നിന്ന് സെൻട്രൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് തസ്തികകളിൽ ജോലിയുള്ളവരുടെ ലിസ്റ്റ് രൂപതയ്ക്ക് നൽകി. ഫെബ്രുവരി 9-ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 50 തിരുനാൾ നടത്തി. യൂണിറ്റ് അടിസ്ഥാനത്തിൽ പള്ളിമുറ്റത്ത് പിണ്ടിയാലങ്കാരം നടത്തി. 5 ഭവനങ്ങളിൽ കയറ്റിയിറക്കുകയും വൈകുന്നേരം സ്നേഹബഹുമാനപ്പെട്ട വിനു ജോസഫ് അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി നടത്തുകയും ചെയ്തു. ഫെബ്രുവരി 26-ാം തീയതി മുൻ കേന്ദ്രസമിതി പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കൈക്കാരന്മാർ, അൽത്താര ബാലകർ, ഗായക സംഘം എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ഒരു 1 ഡേ ടൂർ ബഹുമാനപ്പെട്ട ലിനു അച്ഛന്റെ നേതൃത്വത്തിൽ നടത്തി. 2025 മാർച്ച് 30-ാം തീയതി പറവൂർ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ വെച്ച് നടന്ന പള്ളിപ്പുറം ഫെറോനോദല സംഗമത്തിലും നേതൃത്വ പരിശീലന ക്ലാസ്സിലും 27 അംഗങ്ങൾ പങ്കെടുത്തു. ഏപ്രിൽ 11-ന് 14 പള്ളികളിലേക്കുള്ള തീർത്ഥയാത്ര നടത്തി. 2025-ലെ ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള വിശുദ്ധവാര കർമ്മങ്ങളെല്ലാം യൂണിറ്റ് അടിസ്ഥാനത്തിൽ നടത്തി. ആഗോള കത്തോലിക്ക സഭയുടെ അധിപനായ ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ഏപ്രിൽ 21-ന് ദൈവസന്നിധിയിലേക്ക് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പാപ്പായുടെ ആത്മശാന്തിക്കായുള്ള ദിവ്യബലി ഏപ്രിൽ 23-ന് നമ്മുടെ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ലിനു അച്ഛന്റെ കാർമ്മികത്വത്തിൽ നടത്തി. 2025 മെയ് 3-ാം തീയതി നമ്മുടെ ദേവാലയത്തിലെ 4 കുട്ടികൾ കോട്ടപ്പുറത്ത് നടന്ന സെഹിയോൻ ബലിവിരുന്നിൽ പങ്കെടുത്തു. മെയ് 5, 6, 7 തീയതികളിൽ നമ്മുടെ പള്ളിയിൽ ഹോം മിഷൻ നടത്തി. 10 കന്യാസ്ത്രീകൾ ഭവന സന്ദർശനം നടത്തുകയും നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. മെയ് 8-ാം തീയതി ആഗോള കത്തോലിക്ക സഭയുടെ 267-ാമത് തലവനായി കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. ലയോ 14-ാമൻ എന്ന നാമധേയം സ്വീകരിച്ച അദ്ദേഹം സഭയുടെ ചുമതല ഏറ്റെടുത്തു. 2025 മെയ് 10-ാം തീയതി നമ്മുടെ ദേവാലയത്തിൽ 7 കുട്ടികൾ പ്രഥമ ദിവികാരുണ്യം സ്വീകരിച്ചു. 2025 മെയ് 11-ന് കേന്ദ്രസമിതി യോഗം നടന്നു. 4 വർഷം പ്രീസ്റ്റ് ഇൻചാർജ് ആയിരുന്ന ബഹുമാനപ്പെട്ട ലിനു പുത്തഞ്ചക്കാലക്കൽ അച്ഛന്റെ അവസാന കേന്ദ്രസമിതി യോഗമായിരുന്നു. ഈ യോഗത്തിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. 2024 മെയ് 14-ന് നമ്മുടെ ദേവാലയത്തിൽ 41 കുട്ടികൾ സ്ഥൈര്യലേപന കൂതാശ അഭിവന്ദൻ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിൽ നിന്ന് സ്വീകരിച്ചു. 4 വർഷം നമ്മുടെ ദേവാലയത്തിൽ നയിച്ച പ്രീസ്റ്റ് ഇൻചാർജ് ആയിരുന്ന ബഹുമാനപ്പെട്ട ലിനു പുത്തഞ്ചക്കാരക്കൽ അച്ഛൻ 2025 മെയ് 18-ന് കൃതജ്ഞത ബലി അർപ്പിക്കുകയും ഇടവക ജനം ഹൃദ്യമായ യാത്രയപ്പ് നൽകുകയും ചെയ്തു. മെയ് 26-ന് കടപ്പുറം വേളാങ്കണ്ണി മാതാവിന്റെ ദേവാലയത്തിൽ നിന്ന് ജൂബിലി കുരിശ് നമ്മുടെ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ജൂൺ 1-ാം തീയതി ജൂബിലി കുരിശ് നമ്മുടെ ദേവാലയത്തിൽ നിന്നും ചെറുവൈപ്പ് അമലോത്ഭവമാത ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ SSLC +2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 2025 ജൂൺ 8-ാം തീയതി പുതിയ പ്രീസ്റ്റ് ഇൻചാർജായി നിയമിതനായ ലിജോ അച്ഛന്റെ നേതൃത്വത്തിൽ ആദ്യ കേന്ദ്രസമിതി യോഗം ചേർന്നു. ജൂൺ 8-ന് കോട്ടപ്പുറത്ത് നടന്ന ലീഡർഷിപ്പ് മീറ്റിംഗിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് പങ്കെടുത്തു. തിരുഹൃദയ വണക്കമാസ സമാപനം ആഘോഷിച്ചു. ആഗസ്റ്റ് മാസം പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ നേർച്ചയരി കേന്ദ്രസമിതി നേതൃത്വത്തിൽ എല്ലാവർക്കും നൽകി. ആഗസ്റ്റ് 3-ന് ആത്മീയ ഇടയിൽ ബഹുമാനപ്പെട്ട ലിജോ അച്ഛന് വൈദിക ദിനാശംസകൾ നേരുകയും
കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ പൊന്നാട അണിയിച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. ആഗസ്റ്റ് 15-ാം തീയതി 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ KCYM ഡയറക്ടർ ഫാദർ നീൽ ചടയമൂരി അച്ഛൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായി ദിവ്യബലി നടത്തുകയും പതാക ഉയർത്തുകയും ചെയ്തു. 2025 ആഗസ്റ്റ് 24-ാം തീയതി കേന്ദ്ര സമിതി യോഗം ചേർന്നു. പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ചർച്ചാ വിഷയമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് കോട്ടപ്പുറത്തേക്ക് നൽകി. സെപ്റ്റംബർ 21-ന് ലോഗോസ് ക്വിസ് പരീക്ഷ നടന്നു. ലോഗോസ് ക്വിസ് 2025 C വിഭാഗത്തിൽ കോട്ടപ്പുറം രൂപതയിൽ 2ാം സ്ഥാനം നമ്മുടെ ഇടവകാംഗം മരിയ റോസ് സണ്ണിക്ക് ലഭിച്ചു. 2025 ഒക്ടോബർ 1 മുതൽ തിരുനാൾ ഒരുക്കമായി മാതാവിന്റെ ഭവന സന്ദർശനം ആരംഭിച്ചു. ഒക്ടോബർ 9 മുതൽ 14 വരെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ പള്ളിയിൽ ജപമാല പ്രാർത്ഥന നടത്തി. ഒക്ടോബർ 15 മുതൽ നവനാൾ ആരംഭിച്ചു. 17, 18, 19 തീയതികളിൽ ബഹുമാനപ്പെട്ട ബൈജു അച്ഛന്റെ നേതൃത്വത്തിൽ വാർഷിക ധ്യാനം നടത്തി. കോട്ടപ്പുറം രൂപത ഹെറിറ്റേജ് കമ്മീഷനിൽ അംഗമായി പുത്തൻചക്കാലക്കൽ ഷിജി വിൽസിനെ തിരഞ്ഞെടുക്കുകയും ഒക്ടോബർ 12-ന് നടന്ന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. 2025 ഒക്ടോബർ 24-ന് 41 പ്രസിദ്ധന്തിമാരുമായി തിരുനാൾ കൊടികയറി. 2026-ലേക്ക് ഇടവക ജനം ഒരുമിച്ച് തിരുനാൾ നടത്താൻ തീരുമാനിച്ചു. ഓരോ യൂണിറ്റിൽ നിന്നും 5 പേരെ വീതം തിരഞ്ഞെടുത്ത് മൊത്തം 40 പേരെ 2026-ലേക്കുള്ള പ്രസിദ്ധന്തിമാരായി വാഴിച്ചു. ഒക്ടോബർ 25-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികനായി ദിവ്യബലി അർപ്പിച്ചു. ഒക്ടോബർ 26 മഞ്ഞുമാതാ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ ദിവ്യബലി അർപ്പിക്കുകയും ഇടവക ജനം ഒന്നാകെ മാതാവിന്റെ മധ്യസ്ഥ സഹായം പ്രാർത്ഥിക്കുകയും ചെയ്തു. മേരി മാത, സെന്റ് സെബാസ്റ്റ്യൻ, ജപമാല രാജ്ഞി, സ്വർഗരാജ്ഞി, സെന്റ് ജോസഫ്, സെന്റ് റോസ്, റോസ മിസ്റ്റിക്ക, സെന്റ് മാർഗരീത്ത തുടങ്ങി 8 കുടുംബ യൂണിറ്റുകളിലായി 237 കുടുംബങ്ങൾ ജപമാല രാജ്ഞി ദേവാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. പ്രതിമാസം കുടുംബയോഗം, പള്ളി ക്ലിനിക്, പൂക്കളലങ്കാരം, ശനിയാഴ്ചകളിൽ നേർച്ച ഭക്ഷണം എന്നിവയെല്ലാം കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു. നിലവിൽ ലിജോ മാത്യൂസ് താണിപ്പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ പരസ്പര ഐക്യത്തിനും സ്നേഹത്തിനും കൂട്ടായ്മയോടെ പ്രവർത്തിച്ചു വരുന്നു. പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥത്താൽ നമ്മുടെ ദേവാലയത്തിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. തുടർന്നും അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ സഹായം നമ്മുടെ ദേവാലയത്തിനും ഈ പ്രദേശത്തിനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അധ്യക്ഷ സമക്ഷം സമർപ്പിക്കുന്നു എന്ന് കേന്ദ്ര സമിതി സെക്രട്ടറി ചീനിക്കപ്പറമ്പിൽ മിനി പിനിക്കലോ. നന്ദി മിനി പിൻഹിറോ. വിശ്വാസത്തിന്റെ അടിത്തറ ഉറപ്പാക്കുന്ന പരിശീലനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ആത്മീയ വളർച്ചയുടെ അടയാളമാണ്. വിശ്വാസ പരിശീലനത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായി സെക്രട്ടറി ലെക്സി ജോഷിയെ ക്ഷണിക്കുന്നു. ചെറായി ജപമാല രാജ്ഞി ദേവാലയത്തിലെ 2025 മെയ് തുടങ്ങി ഒക്ടോബർ വരെയുള്ള വിശ്വാസ പരിശീലന റിപ്പോർട്ട്. വിശ്വാസങ്ങളുടെയും പ്രത്യാശയുടെ എന്ന ആപ്തവാക്യവുമായി 2025 മെയ് 25-ാം തീയതി രൂപകൽപ്പന വിശ്വാസങ്ങളിൽ പ്രത്യാശയുടെ എന്ന ആപ്തവാക്യവുമായി 2025 മെയ് 25-ാം തീയതി രൂപതാതല ഉദ്ഘാടനവും ജൂൺ 1-ാം തീയതി ഇടവതല ഉദ്ഘാടനവും നടന്നു. അന്നേ ദിനം സ്നേഹബഹുമാനപ്പെട്ട ലിജു അച്ഛൻ വിശ്വാസ പരിശീലന പതാക ഉയർത്തുകയും നിലവിളക്കിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. തുടർന്ന് അച്ഛൻ തെളിയിച്ചു തന്ന വിശ്വാസ ജ്യോതി കൈകളിൽ വഹിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിത്തന്ന പ്രതിജ്ഞ ചൊല്ലി എല്ലാ അധ്യാപകരും ഏറ്റുചൊല്ലി. മെയ് മാസം കോട്ടപ്പുറത്ത് നടന്ന ഇനാഗുറേഷന് എല്ലാ അധ്യാപകരും പങ്കെടുത്തു. രൂപതാതല സഭാവിജ്ഞാന പരീക്ഷയിൽ മികവ് പുലർത്തിയ ഗീത ടീച്ചർ അന്നേ ദിനം സമ്മാനത്തിന് അർഹയായി. ഇടവകതല ഉദ്ഘാടനത്തിന് നവാഗതരായ കുട്ടികളെ റോസാപ്പൂക്കൾ നൽകി സ്വാഗതം ചെയ്യുകയും ദിവ്യബലിക്ക് ശേഷം കുട്ടികൾക്ക് മധുരം നൽകുകയും ചെയ്തു. ജൂൺ 8-ാം തീയതി ക്ലാസ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് സ്കൂൾ ലീഡർമാരായി ആൺകുട്ടികളുടെ ഭാഗത്തിൽ നിന്നും തുപ്പാട്ട് ആൽഫിൻ ജോണിയെയും പെൺകുട്ടികളുടെ ഭാഗത്തിൽ നിന്നും എരിൻ ബ്ലേസിനെയും തിരഞ്ഞെടുത്തു. യൂണിറ്റ് തല സ്റ്റേറ്റ്മെന്റ് രൂപതയിൽ ഏൽപ്പിച്ചു. ജൂൺ 15-ന് ദിവ്യബലിക്ക് ശേഷം PTA യോഗം നടത്തുകയും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. PTA പ്രസിഡന്റായി ചുള്ളിക്കൽ പ്രിൻസ് ഫ്രാൻസിസിനെ തിരഞ്ഞെടുത്തു. വിശ്വാസ പരിശീലകർക്കുള്ള BCTC കോഴ്സിൽ 5 അധ്യാപകർ പങ്കെടുത്തു. ഫാദേഴ്സ് ഡേയിൽ കുട്ടികൾ വീടുകളിൽ അപ്പച്ചന്മാരെ ആദരിക്കുകയും അതിന്റെ ഫോട്ടോസ് വിശ്വാസ പരിശീലന യൂണിറ്റിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു.